കണക്ക് എന്ന വിഷയം നമ്മളിൽ പലർക്കും സങ്കീർണമാണ്. പ്രത്യേകിച്ചും നമ്മളെ പലപ്പോഴും വട്ടം ചുറ്റിക്കുന്നത് ഇലക്ഷനും അതിനോടനുബന്ധിച്ചുള്ള ശതമാന കണക്കുകളുമാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയം കണക്കിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെ വിഭിന്നമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവിടെ വനിതാ വോട്ടർമാരാണ് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ ഉള്ളത് എന്ന വസ്തുതയാണ്. കഴിഞ്ഞ കൊല്ലം നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആകെ 2,77,49,158 വോട്ടർമാരിൽ 1,43,36,133 പേർ വനിതകളായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആകെയുള്ള വോട്ടർമാരിൽ 51.56%. അതുകൊണ്ട് തന്നെ വനിതകൾ എങ്ങനെ വിവിധ പ്രചരണ വിഷയങ്ങൾ കണക്കിലെടുക്കുമെന്നും എങ്ങനെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമെന്നുമുള്ളത് കേരളത്തിലെ ഏത് ഇലക്ഷനിലും വിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര ബിന്ദുവായി മാറുന്നു. അടുത്ത കൊല്ലം നടക്കുവാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 2021 വനിതകളിൽ ഏറിയ പങ്കും LDF അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് പിണറായി വിജയന് ഒരു തുടർ ഭരണം ലഭിക്കാൻ സാധ്യമായത്. രണ്ട് വ്യത്യസ്ത പ്രായപരിധിയിൽപ്പെട്ടവരുടെ കണക്ക് ഇത് സൂചിപ്പിക്കുകയാണ്. 2016 18 വയസ്സിന് മുകളിൽ 30 വയസ്സിന് ഇടയിലുമുള്ള സ്ത്രീകൾ 39% പേർ LDFന് വോട്ട് ചെയ്തെങ്കിൽ അത് 49%-ആയി 2021 ഉയരുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായപരിധിയുള്ള സ്ത്രീകളിൽ പ്രധാനമായും കൃത്യതയോടുകൂടിയും പറഞ്ഞാൽ 67% LDFനെയാണ് പിന്തുണച്ചത്. ഇത് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. ഇത് 2016 64 ആയിരുന്നു. മറ്റൊരു പ്രത്യേകത ഈ പ്രായപരിധിയിലുള്ള മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് കൂടുതലായി LDFനെ ഒരു തുടർ ഭരണത്തിലേക്ക് എത്താൻ സഹായിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കൾ ഒരു മൂന്നാം ഊഴത്തിനെ പറ്റി നിശ്ചയാർത്ഥത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്നത്. അത്തരം ഒരു സ്ഥിതിഗതി നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. അതുതന്നെയാണ് 2019-ലും 2024-ലും കോൺഗ്രസ് നയിക്കുന്ന UDFന് സംസ്ഥാനത്ത് വെന്നിക്കൊടി പാറിക്കാൻ സാധിച്ചത്. ലളിതമായി പറഞ്ഞാൽ വനിതകളുടെ വോട്ടാണ് ഇതിന് പിന്നിലുള്ളത് ഒരു നിർണായ ശക്തി എന്ന് വേണം കരുതാൻ. 2019 ശേഷം ലോകത്തെ കീഴടക്കിയ മഹാമാരിയിൽ അതിന് സംസ്ഥാനത്ത് സർക്കാർ എടുത്ത നിലപാടുകൾ അതൊക്കെയാണ് ഈ വനിതകളെ മാറി ചിന്തിക്കുവാനും LDFനോടൊപ്പം ചേർന്ന് നിൽക്കുവാനും പ്രേരിപ്പിച്ചത്. നമ്മുടെ മുന്നിലുള്ള നിരവധി പഠന റിപ്പോർട്ടുകൾ സത്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യം, വനിതകൾ അടുത്ത കൊല്ലം എങ്ങനെ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇവരിൽ ഭൂരിഭാഗവും നാം ഇപ്പോൾ ലഭ്യമായ കണക്കുകൾ വെച്ച് UDFന് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. LDFന് കഴിഞ്ഞ കൊല്ലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വൻ വോട്ടിടിവ് മാത്രമല്ല നമ്മളെ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ ഒട്ടുമിക്കവാറും വനിതകൾ അവരുടെ ജീവിത നിലവാരവും ദൈനംദിന കാര്യങ്ങളിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആണ് ഏത് മുന്നണിക്കൊപ്പം അവർ നിൽക്കണമെന്നത് തീരുമാനിക്കുന്നത്. ഇവരിൽ മിക്കവരും ഒരു ഇലക്ഷനും അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഇലക്ഷന് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കും എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് 100-ൽ 58 പേർ അത്തരത്തിലാണ് സാധാരണഗതിയിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. മുകളിൽ പറഞ്ഞ സാമ്പിൾ ഗ്രൂപ്പിൽ തന്നെ 85% വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു നിർണായക കാര്യം തങ്ങളുടെ തീരുമാനത്തിൽ അച്ഛനോ അമ്മയോ ഭർത്താവോ അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവോ ഒരു കാരണവശാലും സ്വാധീനം ചെയ്യാറില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണകാലത്ത് നീറുന്ന ആശാപ്രവർത്തകരുടെ സമരവും ഗവൺമെൻറ് ആർഭാടവും വൻ വിലവർധനവും സാമൂഹിക പെൻഷനും ഇക്കൂട്ടരെ ഇതിനോടകം തന്നെ അടുത്ത കൊല്ലം ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൊതു നിഗമനമാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിൽ തെറ്റ് പറയാനും സാധിക്കില്ല. നമുക്കിതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഏതായാലും നവംബറിൽ നടക്കുന്ന തദ്ദേശീയ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. വാൽകഷ്ണം അനിവാര്യമാണ്. മാധ്യമങ്ങളും താരപ്രചാരകരും ഒരു കാര്യം ശ്രദ്ധിക്കുക. വെറും 2% വനിതകളാണ് ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള മാധ്യമ കവറേജും പ്രചരണ പരിപാടികളും സാധാരണഗതിയിൽ ശ്രദ്ധ ചെലുത്തുക. അതുകൊണ്ട് തന്നെ നിർണായക ശക്തിയുള്ള വനിതകളെ ആരും വില കുറച്ച് കാണേണ്ടതില്ല.
അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും പലപ്പോഴും ഉണ്ട്. അതനുസരിച്ച് മാത്രമേ അവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കൂ. ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി നമ്മളുടെ കേരളത്തിൽ പ്രത്യക്ഷമായി തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.